followed by quantization, and entropy encoder. ഈ sequential mode എന്ന് പറഞ്ഞാൽ default JPEG mode ആണ്. നമ്മൾ ഇന്നലെ DCT-ലും JPEG-ലും പഠിച്ച അതേ കാര്യം തന്നെ. ആദ്യം forward DCT, അതിനെ ലെവൽ ഷിഫ്റ്റ് ചെയ്യും, എന്നിട്ട് അതിനെ സബ് ബ്ലോക്സ് ആക്കി മാറ്റും, അതിനെ ഫോർവേഡ് DCT ചെയ്യും, ക്വാണ്ടൈസ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു ക്വാണ്ടൈസേഷൻ ടേബിൾ, പിന്നെ അതിനെ എൻട്രോപ്പി എൻകോഡ് ചെയ്യും. അതൊരു ഡിഫോൾട്ട് JPEG മോഡാണ് ഈ സീക്വൻഷ്യൽ മോഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈ സീക്വൻഷ്യൽ മോഡ് സപ്പോർട്ട് ചെയ്യുന്നത് 8-bit ഇമേജിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇത് യൂസ് ചെയ്യുന്നത് ഹഫ്മാൻ കോഡിംഗ് യൂസ് ചെയ്യും. ഈ സീക്വൻഷ്യൽ മോഡ് എന്ന് പറഞ്ഞാൽ JPEG-ന്റെ വൺ ഓഫ് ദ മോഡ്സ് ആണ് സീക്വൻഷ്യൽ മോഡ് എന്ന് പറയുന്നത്. ഇതൊരു ഡിഫോൾട്ട് JPEG മോഡാണ്. ഇറ്റ് യൂസസ് ഫോർവേഡ് DCT യൂസ് ചെയ്യും, ഫോളോഡ് ബൈ ക്വാണ്ടൈസേഷൻ ആൻഡ് എൻട്രോപ്പി എൻകോഡർ. അതിൻ്റെ അകത്ത് ഇറ്റ് സപ്പോർട്ട് 8-bit ഇമേജിനെ സപ്പോർട്ട് ചെയ്യും, അതായത് 8-bit ഇമേജിന്റെ കംപ്രഷൻ ഇത് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിലത്തെ ഹഫ്മാൻ കോഡ്, ആസ് വി ഹാവ് സീൻ യെസ്റ്റർഡേ, ഒരു ഹഫ്മാൻ കോഡ് അറ്റ് ലാസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് അബൌട്ട് സീക്വൻഷ്യൽ മോഡ്. ഈ പ്രോഗ്രസീവ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലോ ക്വാളിറ്റി ഇമേജ് ആണ് ഇതിന്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഫസ്റ്റ് ഫ്യൂ ബിറ്റ്സിനെ മാത്രം സ്കാൻ ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് കൊടുക്കും. അപ്പൊ നമുക്കൊരു, അതായത് ഫസ്റ്റ് ഫ്യൂ ബിറ്റ്സ്, അതായത് DC കോഎഫിഷ്യൻസിന് ആദ്യത്തെ കുറച്ച് 5-6 ഫ്രെയിമിലെ DC കോഎഫിഷ്യൻസിനെ മാത്രം എടുത്ത് കംപ്രസ് ചെയ്തിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് വെരി ഫാസ്റ്റ് ആയിട്ട് തരും. അതായത് ക്വിക്ലി നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. പക്ഷെ വെച്ചാൽ ആ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു ഇമേജിന്റെ റഫ് ഒരു ഇമേജ് ആയിരിക്കും. അതായത് ഇപ്പൊ ഒരു ആക്ച്വൽ ഇമേജ് ഒരു ട്രീ ആണെങ്കിൽ ഈ ആദ്യത്തെ 5-6 ബിറ്റ് സ്കാൻ ചെയ്തിട്ട് നമുക്കൊരു ക്വിക്ലി ഒരു റഫ് ആയിട്ടൊരു ഇമേജ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരും. അത് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജിന്റെ പിക്ചർ ഇൻഫർമേഷൻ ഈ പ്രോഗ്രസീവ് സ്കാനിന് കിട്ടില്ല. പക്ഷെ പ്രോഗ്രസീവ്ലി അത് ഈ ഒരു റഫ് ആയിട്ട് ഇമേജ് തന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മെല്ലെ മെല്ലെ ക്ലിയർ ആയി വരും. അതായത് മെല്ലെ മെല്ലെ തന്നെ ഓരോ നെക്സ്റ്റ് ഫ്യൂ ബിറ്റ്സ് സ്കാൻ ചെയ്യും. ആദ്യം റഫ് ആയിട്ട് ഈ കുറച്ച് DC കോഎഫിഷ്യൻ ഓരോ ഫ്രെയിമിലെ, അതായത് DC കോഎഫിഷ്യനിലായിരിക്കും ഒരു ഇമേജിന്റെ മാക്സിമം നമ്പർ ഓഫ് ഇൻഫർമേഷൻസ് ഉണ്ടാവും. അപ്പൊ DC കോഎഫിഷ്യൻസിനെ എടുത്തിട്ട് നമുക്ക് റഫ് ആയിട്ട് ഒരു ഇമേജിന് അത് തരും. പിന്നെ മെല്ലെ മെല്ലെ നമ്മൾ ആ ഇമേജ് ക്ലിയർ ആയിട്ട് വരും. ദാറ്റ് ഈസ് ഇൻ പ്രോഗ്രസീവ് JPEG ഡെലിവർ ലോ ക്വാളിറ്റി ഇമേജ് ആണ് ഡെലിവർ ചെയ്യുക. ദാറ്റ് ഈസ് ലോ ക്വാളിറ്റി ഇമേജ് ക്വിക്ലി. അതായത് നമ്മളിപ്പോ ഒരു ഇമേജ് നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ആ ഒരു ഇമേജിന്റെ ബ്ലർ ആയിട്ടുള്ള ഒരു ഇമേജ് വരും. പിന്നെ ഡാറ്റയുടെ സ്പീഡിനനുസരിച്ചിട്ടാണ് ആ ഇമേജ് പിന്നെ ക്ലിയർ ആയിട്ട് വരുന്നത്. സോ ഇൻ പ്രോഗ്രസീവ് JPEG ഡെലിവർ എ ലോ ക്വാളിറ്റി ഇമേജ് ക്വിക്ലി, then successively improve the image. And in progressive mode, a first few scans carry only few bits and deliver a rough picture. After each additional scan, more data is received. അതായത് പിന്നെ നമ്മൾ അഡീഷണലി സ്കാൻ ചെയ്ത ഫസ്റ്റ് ഫ്യൂ സ്കാനിൽ നമുക്ക് റഫ് ആയിട്ടൊരു ഇമേജ് കിട്ടും. പിന്നെ നമ്മൾ അഡീഷണൽ സ്കാൻ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ നമ്മൾ ഇമേജ് ക്വാളിറ്റി ഗ്രേഡ് എൻഹാൻസ് ചെയ്യും. അതായത് ഈ ലോ ക്വാളിറ്റി ഇമേജ് മെല്ലെ മെല്ലെ പതിയെ ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി എൻഹാൻസ്മെന്റ് നടക്കും. ഈ ടൈപ്പ് ഓഫ് പ്രോഗ്രസീവ് മോഡിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ യൂസർ ഹാസ് എ ചോയ്സ് വെദർ ടു കണ്ടിന്യൂ റിസീവിംഗ് ഇമേജ് ഡാറ്റ ആഫ്റ്റർ ദ ഫസ്റ്റ് സ്കാൻ. ഇപ്പൊ നമ്മളൊരു ട്രീ, ഒരു മാംഗോ ട്രീ ആണ് നമ്മൾ വെബിൽ ബ്രൗസ് ചെയ്തെന്നായിരിക്കും. നമുക്കിപ്പോ മാംഗോ ട്രീന് പകരം വേറെ എന്തെങ്കിലും വണ്ണ്, അപ്പൊ റഫ് ആയിട്ട് നമുക്ക് അത് മനസ്സിലാവും. ട്രീന് പകരം ഒരു ഹൗസാ വണ്ണെങ്കിൽ യൂസർ ഹാവ് ദ ചോയ്സ്. അതായത് നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് റിസീവ് ചെയ്യണ്ട, നമുക്ക് ബ്രൗസ് ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട, സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ പ്രോഗ്രസീവ് സ്കാൻ നമുക്കൊരു റഫ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടും. ഫസ്റ്റ് സ്ക്യൂ സ്കാനിന് അതായത് ലോ ക്വാളിറ്റി ഇമേജ് ആയിരിക്കും, ഒരു റഫ് ഇമേജ് ആയിരിക്കും, നോട്ട് ദ ആക്ച്വൽ ഇമേജ്. ആൻഡ് ആസ് ദ ടൈം ഗോസ് പ്രോഗ്രസീവ് സ്കാൻ, അതായത് അടുത്ത 2-3 ബിറ്റ്സിനെ കൂടി സ്കാൻ ചെയ്താൽ നമുക്ക് നമ്മളെ ഡിഗ്രേഡ് ആയിട്ടുള്ള ഇമേജ് അല്ലെങ്കിൽ ലോ ക്വാളിറ്റി ഇമേജിന്റെ എൻഹാൻസ് ചെയ്തിട്ടുള്ളൊരു ഇമേജ് കിട്ടും. സോ ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് മോഡ് ഈസ് ദ യൂസർ ഹാസ് ദ ചോയ്സ് ടു വെദർ കണ്ടിന്യൂ റിസീവിംഗ് ഇമേജ് ഡാറ്റ ട്രാൻസ്ഫർ ഓഫ് ദ ഫസ്റ്റ് സ്കാൻ. ഫസ്റ്റ് സ്കാൻ ചെയ്തതിന് ശേഷം
യൂസർക്ക് ഒരു ചോയ്സ് ഉണ്ട്. ഈ എന്താ പറയാ ഈ മോഡ് ഓഫ് പ്രോഗ്രസീവ് സ്കാനിങ് അല്ലെങ്കിൽ ഈ മോഡ് ഓഫ് ജെപെഗ് മോഡ്, നമുക്ക് ഈ ഒരു ഡാറ്റ റിസീവ് ചെയ്യണോ, അല്ലെങ്കിൽ ഈ എന്താ പറയാ നമ്മൾ ഈ ഇമേജ് റിസീവ് ചെയ്യുന്ന ഇമേജ് നമ്മൾ റിസീവ് ചെയ്തുകൊണ്ടിരിക്കണോ, അല്ലെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് ഈ പ്രോഗ്രസീവ് മോഡിലുള്ളത്. ഇതിൽ 2 ടൈപ്പ് ഓഫ് സെലക്ഷൻ ആണ്. ഒന്ന് സ്പെക്ട്രൽ സെലക്ഷൻ, പിന്നെ സക്സസീവ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞിട്ട് 2 പ്രോസസ്സാണ് ഉണ്ടാവുക. ഫസ്റ്റ് വൺ ഈ സ്പെക്ട്രൽ സെലക്ഷൻ. ഈ സ്പെക്ട്രൽ സെലക്ഷൻ്റെ അകത്ത് ഫസ്റ്റ് തന്നെ ആദ്യം ഒരു DC കോമ്പോണന്റ് എടുക്കും, പിന്നെ AC1 AC2, അതായത് ഫസ്റ്റ് സ്കാനിൽ ഒരു DC കോമ്പോണന്റ് AC1 AC2, പിന്നെ സെക്കൻഡ് സ്കാനിൽ AC3 AC4, അങ്ങനെ തേർഡ് സ്കാനിൽ AC61 AC62, അങ്ങനെ അതാണ് സ്പെക്ട്രൽ സെലക്ഷൻ. ആൻഡ് സക്സസീവ് അപ്രോക്സിമേഷനിൽ ഫസ്റ്റ് ഫ്യൂ MSB മാത്രം എടുക്കും, ലൈക്ക് ബിറ്റ് 7, 6, 5, 8 ലൈക്ക് ദാറ്റ്. പിന്നെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എടുക്കും, അല്ലെങ്കിൽ പിന്നെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ലൈക്ക് 0 എടുക്കും, അല്ലെങ്കിൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 0 എടുക്കും. ഈ സക്സസീവ് അപ്രോക്സിമേഷൻ്റെ അകത്ത് ആദ്യം ഫസ്റ്റ് കുറച്ച് MSB എടുക്കും, പിന്നെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, പിന്നെ അതിലും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അങ്ങനെ ഈ സ്പെക്ട്രലിൽ ആദ്യത്തെ DC കോഎഫിഷ്യന്റ് എടുക്കും, പിന്നെ AC1 AC2 AC3, അങ്ങനെ ആ ടൈപ്പ് ഓഫ് സ്കാനിങ് ആണ്, അല്ലെ ആ ടൈപ്പ് ഓഫ് സെലക്ഷൻ ആണ് ഈ പ്രോഗ്രസീവ് സ്കാനിങ്ങിലുള്ളത്. 2 ടൈപ്പ് ഓഫ് സെലക്ഷൻ ഉണ്ട്, സ്പെക്ട്രൽ സെലക്ഷനും ഉണ്ട്, പിന്നെ അപ്രോക്സിമേഷൻ സക്സസീവ് അപ്രോക്സിമേഷനും ഉണ്ട്. ഈ സ്പെക്ട്രൽ സെലക്ഷൻ്റെ അകത്ത് ഫസ്റ്റ് ഒരു DC കോമ്പോണന്റ് എടുക്കും, പിന്നെ അതിന്റെ നെക്സ്റ്റ് AC1 AC2 ഫസ്റ്റ് സ്കാനിൽ, നെക്സ്റ്റ് സ്കാനിൽ AC3 AC4, അതായത് AC കോഎഫിഷ്യൻസ് എടുത്തുകൊണ്ടിരിക്കും. ആദ്യം ഒരു DC എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ സക്സസീവ് അപ്രോക്സിമേഷൻ്റെ അകത്ത് ഫസ്റ്റ് കുറച്ച് MSB എടുക്കും, പിന്നെ അതിനെക്കാട്ടിയും കുറച്ച് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ബിറ്റ് എടുക്കും, പിന്നെ അതിനകത്ത് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ലൈക്ക് 0 ബിറ്റ്, ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ബിറ്റ്സ് എടുത്തിട്ട് സ്കാൻ ചെയ്യും. ഈ പ്രോഗ്രസീവ് മോഡെല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൺ സ്കാനിങ് ആണ്. അതൊരു ലോ ക്വാളിറ്റി ഇമേജ് ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. ഫസ്റ്റ് അതായത് നമുക്ക് ക്വിക്ലി ഒരു ഇമേജ് നമുക്ക് കംപ്രസ് ചെയ്ത ഒരു ഇമേജ് നമുക്ക് കിട്ടും, പക്ഷെ അതൊരു ലോ ക്വാളിറ്റി ഇമേജ് ആയിരിക്കും കമ്പയർഡ് ടു അവർ ഇൻപുട്ട്. സോ നമ്മളെ സ്കാനിങ് കൂടുന്നതിനനുസരിച്ചിട്ട് ആ ഇമേജിന്റെ ക്വാളിറ്റി ഹൈ ആയി വരും, അതായത് എൻഹാൻസ് ചെയ്ത് വരും ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഒറിജിനൽ ഇമേജ്. ഒറിജിനൽ ഇമേജ് എന്താണോ എന്നുള്ളത് സ്കാനിങ്ങിന് അനുസരിച്ചിട്ട് ആസ് ദ ടൈം ഗോസ് സ്കാനിങ് ഇൻക്രീസസ്, അല്ലെങ്കിൽ സ്കാനിങ് കൂടി വരും. സ്കാനിങ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മളെ ലോ ക്വാളിറ്റി ഇമേജിന്റെ എൻഹാൻസ്മെന്റ് നടക്കും. അതാണ് പ്രോഗ്രസീവ് സ്കാൻ. And third one is lossless mode. ഈ ഒരു ലോസ്ലെസ് മോഡ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ കേസ് ഓഫ് JPEG ആണ്. ഇതിനകത്ത് നോ ലോസ് ഇൻ ഇമേജ് ക്വാളിറ്റി. ഇമേജ് ക്വാളിറ്റിയിൽ ഒരു ലോസും ഉണ്ടാവില്ല. ദർ വിൽ ബി നോ ലോസ് ഇൻ ഇമേജ് ക്വാളിറ്റി. ഇതിൻ്റെ അകത്ത് ഇറ്റ് ഡസൻ ഹാവ് ട്രാൻസ്ഫോം കോഡിംഗ് ഇല്ല. ഇറ്റ് ഓൺലി ഹാവ് ഡിഫറൻഷ്യൽ കോഡിംഗ് മെത്തേഡ് ആണ്. പക്ഷെ ഇത് റയർലി യൂസ് ചെയ്യും, കാരണം ഇവിടെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് വളരെ കുറവാണ്, അല്ലെങ്കിൽ ലോ കംപ്രഷൻ റേഷ്യോ ആണ്. കമ്പയർ ടു അതായത് അതർ ലോസി ടെക്നിക് അല്ലെങ്കിൽ കംപ്രഷൻ ടെക്നിക്സിനെ കമ്പയർ ചെയ്യുമ്പം ഈ ലോസ്ലെസ് മോഡ് ഓഫ് JPEG എന്ന് പറയുന്നത് ലോ കംപ്രഷൻ റേഷ്യോ, അത് കംപ്രസ് ചെയ്യുന്ന റേറ്റ് വളരെ കുറവായിരിക്കും. ഇവൻ ദോ നോ ലോസ് ഇൻ ഇമേജ് ക്വാളിറ്റി, കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. സോ ഈ ഒരു മെത്തേഡ് റയർലി ഒരു സ്പെഷ്യൽ കേസ് ആണ്, റയർലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. And this is all about JPEG and the modes of JPEG. JPEG കുറിച്ച് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ
ഫസ്റ്റ് തന്നെ DCT ബേസ്ഡ് കംപ്രഷൻ ആണ് JPEG. സോ DCT നല്ലോണം പഠിച്ചാൽ മതി. DCT എന്താണോ, അതായത് ഒരു ഇമേജ്, റഫ് ഇമേജ്, ആ ഇമേജിന് നമ്മൾ ലെവൽ ഷിഫ്റ്റ് ചെയ്ത് അതിനെ സബ് ബ്ലോക്സ് ആക്കി മാറ്റി അതിൽ DCT അപ്ലൈ ചെയ്തു, പിന്നെ അതിൽ ക്വാണ്ടൈസേഷൻ ചെയ്തു വിത്ത് റെസ്പെക്ട് ടു ക്വാണ്ടൈസേഷൻ ടേബിൾ. അതൊരു എൻട്രോപ്പി എൻകോഡറിലേക്ക് കൊടുത്തു. ആ എൻട്രോപ്പി എൻകോഡറിൻ്റെ അകത്ത് നമുക്ക് എന്തുണ്ടാവും, ഒരു വെക്ടറിംഗ് പ്രോസസ്സ് ഉണ്ടാവും. ആ വെക്ടറിംഗ് പ്രോസസ്സിൽ ഒരു ഡിഫറൻഷ്യൽ എൻകോഡിംഗ് ഉണ്ടാവും, ഒരു റൺലം കോഡിംഗ് ഉണ്ടാവും, ഒരു ഹഫ്മാൻ കോഡിംഗ് ഉണ്ടാവും. ഇതാണ് JPEGന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം. ഈ JPEGനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം, ഇതിന്റെ റിവേഴ്സ് ബ്ലോക്ക് ഡയഗ്രാം, ഇതൊരു എൻകോഡർ, JPEG എൻകോഡർ ആയിട്ടും പിന്നെ ഇതിന്റെ റിവേഴ്സ് ഓപ്പറേഷൻ JPEG ഡീകോഡർ ആയിട്ടും എഴുതുക. അതായത് ഫസ്റ്റ് തന്നെ JPEG ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണെങ്കിൽ JPEGനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഈ JPEGസിന്റെ മോഡ്സ് എഴുതണമെന്ന് നിർബന്ധമില്ല. അതൊരു സേക്ക് ഓഫ് ഇൻഫർമേഷൻ പറഞ്ഞേ ഉള്ളൂ. ഈ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ്, JPEG കോഡറും ഡീകോഡറും. പിന്നെ ഇതിന്റെ മെയിൻ നടക്കുന്നതെന്ന് വെച്ചാൽ DCT ബേസ്ഡ് കംപ്രഷൻ. അപ്പൊ ഈ DCT ബേസ്ഡ് കംപ്രഷൻ എന്നാന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് അതൊരു DCTന്റെ നിങ്ങൾ ഈ പറഞ്ഞ ഒരു എക്സാമ്പിൾ, ഒരു ക്വാണ്ടൈസേഷൻ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ഫോർവേഡ് DCT എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഇവിടെ വേണ്ട, പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു കോഎഫിഷ്യന്റ് സപ്പോസ് ചെയ്തിട്ട് എഴുതുക. അത് ഈ നോട്ട്സിലുണ്ട്. അതിന് നമ്മൾ ഒരു ക്വാണ്ടൈസേഷൻ ടേബിൾ വെച്ചിട്ട് ചെയ്യുന്നത് എഴുതുക. പിന്നെ ഈ സിഗ്സാഗ് അറേഞ്ച്മെന്റ് എങ്ങനെയാണെന്ന് എഴുതുക. റൺലം കോഡിംഗ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ വെച്ച് എഴുതുക. ദെൻ ഹഫ്മാൻ കോഡിംഗ്, അതിന്റെ ബിറ്റ്സ്. ഈ ഒരു സംഭവം മാത്രമാണ്. പിന്നെ ഇത് മെയിൻലി ശ്രദ്ധിക്കേണ്ട JPEG എന്ന് പറയുന്ന ഈ ഒരു കംപ്രഷൻ ടെക്നിക് ഓൺലി ഫോർ ഇമേജസ് ആണ്. ഈ ഇമേജസിനെ കംപ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇമേജിനെ, ഒരു പിക്ചറിനെ കംപ്രസ് ചെയ്യാനാണ് JPEG യൂസ് ചെയ്യുന്നത്. പിന്നെ JPEGനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് DCT എന്താണ് എഴുതുക. DCTയിൽ ഈ പറഞ്ഞ വാക്കുകൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ DCT, അതായത് ഫോർവേഡ് DCT, ക്വാണ്ടൈസേഷൻ എന്താണ്, ഫോർവേഡ് DCT അതിന്റെ ഇക്വേഷൻ, ക്വാണ്ടൈസേഷൻ എന്താണ് അതിന്റെ ഇക്വേഷൻ, എങ്ങനെയാണ് ക്വാണ്ടൈസേഷൻ ചെയ്യുന്നത്, FQ ഓഫ് UV എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് റൗണ്ട് ഓഫ് F ഓഫ് UV ബൈ ക്വാണ്ടൈസേഷൻ ടേബിളിന്റെ വാല്യൂസ്. അത് അത്ര, അല്ലെങ്കിൽ പിന്നെ റൺലം കോഡിങ്, ഹഫ്മാൻ കോഡിങ്, അത്ര മാത്രമാണ് DCT. ഇനി JPEGനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ JPEGന്റെ കോഡറും ഡീകോഡറും, പിന്നെ ഈ മോഡ്സ് എന്താ, എത്ര മോഡ്സ് ഉണ്ടെന്ന് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇവിടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് DCT ബേസ്ഡ് JPEGനെ പറ്റിയാണ്. അതിന്റെ കോഡറും ഡീകോഡറും പറഞ്ഞിട്ടില്ല. പക്ഷെ DCT ബേസ്ഡ് JPEG എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഇതിന്റെ കോഡറും ഡീകോഡറും എന്താണെന്ന് അറിയണം. ഇതാണ് JPEG. ആൻഡ് ഇത് ഓർമ്മിച്ച് വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരു ഇമേജിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, ഒരു വീഡിയോനെ കംപ്രസ് ചെയ്യാനല്ല. വീഡിയോനെ കംപ്രസ് ചെയ്യാൻ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് MPEG. ഇത്രയും ക്ലിയർ ആയിനോ? നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്നതാണെങ്കിൽ DCT ബേസ്ഡ് കംപ്രഷൻ ടെക്നിക് എന്നും പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുക. അല്ലാണ്ട് JPEG എന്ന് പറഞ്ഞ് ചോദിക്കേണ്ട ചാൻസ് കുറവാണ്. Any MPEG, which is nothing but motion picture experts group. It's for compression of audio, visual, digital data. അതായത് ഈ MPEG എന്ന് പറഞ്ഞാൽ പ്യൂർലി ഫോർ കംപ്രഷൻ ഓഫ് ഓഡിയോ, വിഷ്വൽ, ഡിജിറ്റൽ ഡാറ്റ. അതായത് ഒരു വീഡിയോ സിഗ്നൽ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ MPEG യൂസ് ചെയ്യുന്നത്.
ഈ മോസ്റ്റ് കോമൺ എമംഗ് ദം ആർ MPEG 1 ഉണ്ട്, MPEG 2 ഉണ്ട്, MPEG 4 and MPEG 7. So these are the most common MPEG standards. അതായത് MPEG 1, MPEG 2, MPEG 4 and MPEG 7. So MPEG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രഷൻ ഓഫ് ഓഡിയോ വിഷ്വൽ ഡിജിറ്റൽ ഡാറ്റ, അതായത് ഓഡിയോ വീഡിയോ സിഗ്നൽസിനെ കംപ്രസ് ചെയ്യാനാണ് MPEG യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ MPEG സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ബേസിക്കലി ദർ ആർ the common standards for MPEG are MPEG 1, 2, 4 and 7. ഇനി MPEG 1 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇയർ 1992 ആൻഡ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത് that is compression of image resolution of approximately 352 into 288 pixels. അതായത് ഈ ഒരു റേഞ്ചിലുള്ള വൈസ് കംപ്രഷൻ നമുക്ക് ഇത് സപ്പോർട്ട് ചെയ്തത്, അതായത് MPEG 1 സ്റ്റാൻഡേർഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ആൻഡ് 30 frames per second into a data stream of 1.5 Mbps. അതായത് 30 frame per second, ഒരു സെക്കൻഡിൽ 30 frame per second 1.5 Mbps ഡാറ്റ സ്ട്രീമിലേക്ക് കൺവേർട്ട് ചെയ്യും. And it was in 1992 ലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. And at that time it was useful for playing videos in CD. അതായത് CD-ROM ഉള്ള വീഡിയോസ് പ്ലേ ചെയ്യാനായിരുന്നു at that time it was used. So MPEG 1 standard was introduced in 1992. ഇത് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ a compression of image of resolution approximately 352 cross 288 pixels ആണ്. And ഒരു ഫ്രെയിം 30 frame per second it convert into a data stream of 1.5 Mbps and it support playing videos in CD-ROM. അതായത് CD-യിലുള്ള വീഡിയോ പ്ലേ ചെയ്യാൻ, അല്ലെങ്കിൽ CD-യിലേക്ക് വീഡിയോ CD-യിലേക്ക് നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് കംപ്രസ് ചെയ്തിട്ട് ആ CD ടൈപ്പ് കംപ്രസ് ചെയ്ത ഡാറ്റേനെ പ്ലേ ചെയ്യാനായിരുന്നു ഈ MPEG 1 സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തത്. Next is MPEG 2. It was introduced in the year 1994. ഇതിൽ compared to MPEG 1 higher quality ഉണ്ടായിരുന്നു. That is, the video produced after compression have higher quality. പക്ഷെ much bandwidth യൂസ് ചെയ്തു, അല്ലെങ്കിൽ higher bandwidth ഉണ്ടായിരുന്നു. And it was used for broadcast TV. Other TV broadcast വേണ്ടിയിട്ട് യൂസ് ചെയ്തത് at that time. And SD high definition TV-യിലും TV broadcast-ലായിരുന്നു ആ ടൈം MPEG 2 യൂസ് ചെയ്തത്. That is, MPEG 2 was introduced in the year 1994. അതിൽ compared to MPEG 1, it has higher quality and but it uses higher bandwidth ആയിരുന്നു. And it was used in broadcast TV-യിലും HD TV-യിലായിരുന്നു അത് at that time it was used. And MPEG 4 ആണ് നെക്സ്റ്റ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇയർ 1998 ആണ്. കമ്പയർഡ് ടു MPEG 2 അതിന് ലോവർ ബിറ്റ് റേറ്റ് ആയിരുന്നു ആൻഡ് സപ്പോർട്ട് ഗുഡ് ക്വാളിറ്റി. ആൻഡ് അത് യൂസ് ചെയ്യുന്നത് വീഡിയോ കമ്മ്യൂണിക്കേഷൻ, ഇന്ററാക്റ്റീവ് എൻവിറോൺമെന്റ്, വീഡിയോ ഗെയിമിലെല്ലായിരുന്നു at that time that was used. And it focused on mixing natural and synthetic audio visual signals.
സോ MPEG 4 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇയർ 1998 ആണ്. അത് കമ്പയർ ടു MPEG 2 ഹാവ് എ ലോവർ ബിറ്റ് റേറ്റ് ആണ് ആൻഡ് ഗുഡ് ക്വാളിറ്റി, ആൻഡ് it was used for video communication and multimedia application and interactive environment like video game, etc. And this is MPEG 4. Last one is MPEG 7, and it was introduced in the year 2002, and its application include video on demand, interactive TV, etc. So last common standard introduced by the MPEG was MPEG 7. അത് 2002 introduced ചെയ്തത്, and its application was video on demand and interactive TV. And then video on demand എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വീഡിയോ കാണാം, നമുക്കത് പോസ് ചെയ്യാം, ഫോർവേഡ് പ്ലേ ചെയ്യാം, അതായത് റിവേഴ്സ് പ്ലേ ചെയ്യാം. അതായത് നമുക്ക് നമ്മളെ കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് വീഡിയോ കാണാം. പ്രീവിയസ് അല്ലെങ്കിൽ പാസ്റ്റ് ഇയേഴ്സിൽ അതൊന്നും പോസിബിൾ ആയിരുന്നില്ല. വിത്ത് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് MPEG 7, വീഡിയോ ഓൺ ഡിമാൻഡ് ആപ്ലിക്കേഷൻ വാസ് അച്ചീവ്ഡ്. ഇതാണ് MPEG-ന്റെ കോമൺ സ്റ്റാൻഡേർഡ്സ്. ദാറ്റ് ഇസ് MPEG 1, 2, 4 and 7. ഈ MPEG-ൽ നടക്കുന്നത് ഇന്റർ ഫ്രെയിം കംപ്രഷൻ ആണ്. whereas JPEG-ൽ ഇൻട്രാ ഫ്രെയിം കംപ്രഷൻ ആണ്. അത് JPEG എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എ പെർട്ടിക്കുലർ ഫ്രെയിം, ആ ഒരു പെർട്ടിക്കുലർ ഫ്രെയിമിലുള്ള ഇമേജിനെ നമ്മൾ കംപ്രസ് ചെയ്യുന്നത്. പക്ഷെ ഈ MPEG-ൽ ഈ ഒരു ഫ്രെയിമും നെക്സ്റ്റ് ഫ്രെയിമും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസിനാണ് നമ്മൾ കംപ്രസ് ചെയ്യുന്നത്. അതായത് അതില് ആ രണ്ട് ഫ്രെയിമിൽ ഇപ്പൊ ഈ ഒരു ബ്ലോക്ക് എടുത്ത് അതിന്റെ ബ്ലോക്ക് മാച്ചിങ് എല്ലാം ചെയ്ത് അതിന്റെ എറർ പ്രെഡിക്റ്റ് ചെയ്ത് അതിന്റെ പിക്സൽ വാല്യൂ മാച്ച് ചെയ്ത് അതിനെയാണ് നമ്മൾ കംപ്രസ് ചെയ്യുന്നത്. പക്ഷെ ഒരു JPEG-ന്റെ അകത്ത് നമ്മളൊരു ഇമേജ് എടുത്ത് അതിനെ ബ്ലോക്ക് ആക്കി മാറ്റി ആ ബ്ലോക്കിലുള്ള പിക്സൽസിനാണ് നമ്മൾ കംപ്രസ് ചെയ്യുന്നത്. അതായത് ഒരു ഫ്രെയിമും ദാറ്റ് ഈസ് intra frame, that is inside a frame. Inter frame means between two frames. So MPEG-ന്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്റർ ഫ്രെയിം കംപ്രഷൻ ആണ്. ദാറ്റ് ഇസ് ബിറ്റ്വീൻ ടു ഫ്രെയിം ആണ് കമ്പാരിസൺ നടക്കുന്നത്. JPEG-ന്റെ അകത്ത് ഇൻട്ര ആണ്, ദാറ്റ് ഇസ് ഇൻസൈഡ് എ ഫ്രെയിം, ദാറ്റ് ഇസ് വിത്ത് റെസ്പെക്ട് ടു വൺ ഫ്രെയിം. ദാറ്റ് ഇസ് ഇൻട്രാ ഫ്രെയിം. നമ്മളൊരു വീഡിയോ സിഗ്നൽസ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത് ഒരു സീക്വൻസ് ഓഫ് ഫ്രെയിം ആയിട്ടാണ്. അതായത് നമ്മളിപ്പോ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് നത്തിങ് ബട്ട് എ സീക്വൻസ് ഓഫ് ഫ്രെയിം ആണ്. നമുക്കത് വീഡിയോ ആയി തോന്നാൻ കാരണം അതിന്റെ സ്കാനിങ് റേറ്റ് ആണ്. അതായത് 25 frames per second. എല്ലാ ഫ്രെയിമും ഓരോ സ്റ്റില്ലാണ്, ഒരു ഇമേജ് ആണ്. ആ ഇമേജിൽ സപ്പോസ് ഒരു പേഴ്സൺ വാക്ക് ചെയ്യുന്നു. ഈ പേഴ്സൺ വാക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നാൻ കാരണം അതിന്റെ സ്കാനിങ് റേറ്റ് ആണ്. നമ്മളെ കണ്ണിന് നമുക്ക് മനസ്സിലാവുന്നില്ല ഒരു സ്റ്റിൽ ഇമേജ് ആണെന്നൊന്നും മനസ്സിലാവാത്തത് കാരണം സ്കാനിങ് റേറ്റ് ആണ്. ഒരു സെക്കൻഡിൽ 25 frames ആണ് നമ്മൾ കണ്ണിന്റെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നാച്ചുറലി നമുക്ക് ഈ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ഈ രണ്ട് ഫ്രെയിമിലെ ഡിഫറൻസ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. അതായത് 25 frames per second ആണ് നമ്മൾ കാണുന്ന വീഡിയോ. ഇന്ത്യയിൽ സ്കാനിങ് റേറ്റ് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് സ്കാനിങ് റേറ്റ് 25 frames per second. സോ ആ ഓരോ സ്റ്റില്ലും നമുക്കൊരു വീഡിയോ ആയിട്ട് നമുക്ക് തോന്നും. സോ എ വീഡിയോ സീൻസ് ഈസ് നത്തിങ് ബട്ട് എ സീക്വൻസ് ഓഫ് ഫ്രെയിം ആണ്. ദാറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ഫ്രെയിം ആണ് that can be efficiently coded by estimating and compensating for motion between frames. അതായത് ഈ ഒരു ഫ്രെയിമും തമ്മിലുള്ള മോഷൻ, ഈ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം അതിന്റെ സ്കാനിങ് റേറ്റ് ആണ്. 25 frames per second സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മനുഷ്യൻ നടക്കുന്നതായിട്ടേ തോന്നുന്നത്, ഈ ഒരു പേഴ്സൺ വാക്കിംഗ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും.
So a video signal is nothing but captured as a sequence of frame and can be efficiently coded and efficiently compressed by estimating and compensating for motion between frames. ഇതിന് നമുക്ക് എഫിഷ്യൻ്റ്ലി കോഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എഫിഷ്യൻ്റ്ലി കംപ്രസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? നമുക്ക് ഈ ഒരു മനുഷ്യന്റെ മോഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് മോഷൻ എസ്റ്റിമേറ്റ് ചെയ്തിട്ട്. സോ ബിഫോർ കോഡിംഗ് വി ആർ ഡൂയിങ് or we are estimating motion between frames. അതായത് ഈ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിന്റെ മോഷൻ ഈ ഒരു ഫ്രെയിമും കമ്പയർ ചെയ്യും. അതായത് ഈ ഒരു ഫ്രെയിം വിത്ത് റെസ്പെക്ട് ടു ദിസ് ഫ്രെയിം കമ്പയർ ചെയ്തിട്ട് അതിന്റെ മോഷൻ എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് വി ആർ എഫിഷ്യൻ്റ്ലി കോഡിംഗ് by doing motion estimation between frames. That is motion estimation and prediction. ഈ മോഷൻ എസ്റ്റിമേഷൻ ആൻഡ് പ്രഡിക്ഷൻ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീഡിയോന്റെ അകത്ത് കുറെ ഫ്രെയിംസ് ഉണ്ടാവും. സോ ഈ ഓരോ ഫ്രെയിമിന്റെയും പ്രോസസ്സിംഗ് ഈസി ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ഈസിലി ആക്കാൻ വേണ്ടി ഈ ഓരോ ഫ്രെയിമും യൂണിഫോംലി പാർട്ടീഷൻ ചെയ്യും. അതായത് ഒരു വീഡിയോന്റെ അകത്ത് കുറെ ഫ്രെയിംസ് ഉണ്ടാവും. സോ ഈച്ച് ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഈസ് യൂണിഫോംലി പാർട്ടീഷൻ ഇൻടു മാക്രോ ബ്ലോക്സ് MB. So for ease of processing, each frame of the video is uniformly partitioned into macro block. നമ്മൾ ഓരോ ഫ്രെയിമിനെയും നമ്മൾ യൂണിഫോംലി പാർട്ടീഷൻ ചെയ്ത് മാക്രോ ബ്ലോക്ക് ആക്കി മാറ്റും. ഈ MPEG-ന്റെ അകത്ത് അല്ലെങ്കിൽ വീഡിയോ MPEG-ന്റെ അകത്ത് ചെയ്യുന്ന വെച്ചാൽ മോഷൻ എസ്റ്റിമേഷൻ ആൻഡ് പ്രഡിക്ഷൻ ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റിന്റെ വിത്ത് റെസ്പെക്ട് ടു പ്രീവിയസ് ഫ്രെയിം നമ്മൾ അതിന്റെ ഓഫ്സെറ്റ് മനസ്സിലാക്കുക, അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. എത്രത്തോളം ആ ഒരു പ്രീവിയസ് ഫ്രെയിമിന് അത് ഓഫ്സെറ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഡിസ്റ്റൻസ് അത് കവർ ചെയ്ത് ചേഞ്ച് ഇൻ ഡിഫറൻസ് മനസ്സിലാക്കും. സോ ഹിയർ ഫോർ ദ ഈസ് ഓഫ് പ്രോസസിംഗ് ഈച്ച് ഫ്രെയിം ഓഫ് ദ വീഡിയോ is uniformly partitioned into smaller unit called macro block. So each ഇപ്പം ഇവിടെ ഈ ഒരു ബ്ലോക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. So each of the block, each pixels in the each block of the current frame is combined with set of candidate block in the of same size in the previous. ഈ ഒരു സാധനത്തിന്റെ ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ടെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് പ്രീവിയസ് ഫ്രെയിമിൽ സെയിം ബ്ലോക്ക്, അതായത് സെയിം സൈസിലുള്ള ഒരു ബ്ലോക്കിൽ നമ്മളൊരു സെർച്ച് ഏരിയ ഉണ്ടാവും. ആ സെർച്ച് ഏരിയയിൽ പോയിട്ട് നമ്മൾ ഈ ഒരു ബ്ലോക്കിന്റെ ബെസ്റ്റ് മാച്ച് ചെയ്താൽ നോക്കും. അതായത് ഇപ്പൊ ഇവിടെ സപ്പോസ് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഈ ഒരു ബ്ലോക്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഈ ഒരു ബ്ലോക്കിന്റെ സെയിം സൈസിൽ പ്രീവിയസ് നമ്മളെ റെഫറൻസ് ബ്ലോക്ക് ആയിട്ട് ഉപയോഗിക്കുക ഇതാണ്. ഈ പ്രീവിയസ് ബ്ലോക്ക് അല്ലെങ്കിൽ പ്രീവിയസ് ഫ്രെയിമിൽ അതേ സൈസിലുള്ള ആ സെയിം ബ്ലോക്കിൽ ഒരു സെർച്ച് ഏരിയ നമ്മൾ ഡിഫൈൻ ചെയ്യും. അതായത് ഈ ഒരു ബ്ലോക്കിന്റെ കൺസെൻട്രേറ്റ് ഒരു സെർച്ച് ഏരിയ, ഒരു റെക്ടാംഗുലർ സെർച്ച് ഏരിയ നോർമലി നമ്മൾ സെർച്ച് റീജിയൻ ആയിട്ട് അസൈൻ ചെയ്യുക. ഈ റെക്ടാംഗിൾ ഏരിയയിൽ അല്ലെങ്കിൽ ഈ സെർച്ച് ഏരിയയിൽ ഈ ഒരു ബ്ലോക്ക്, അതായത് ഈ ഒരു ഒബ്ജക്റ്റ് ഒരു പേഴ്സൺ ആകുക, ആ പേഴ്സൺ ആ ഒരു സെർച്ച് ഏരിയയിൽ ഏത് ബ്ലോക്കിലാണ് വരുന്നത് നമ്മൾ സെർച്ച് ചെയ്യും. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടു പ്രെഡിക്ട് ദ ബെസ്റ്റ് കറന്റ് ബ്ലോക്ക്, അതായത് ബെസ്റ്റ് കറന്റ് ബ്ലോക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെർച്ച് അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് വെൻ ദ ബെസ്റ്റ് കറന്റ് അല്ലെങ്കിൽ ബെസ്റ്റ് മാച്ചിങ് ബ്ലോക്ക് നമ്മൾ ഫൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആഫ്റ്റർ ഫൈൻഡിങ് ദ ബെസ്റ്റ് മാച്ചിങ് ബ്ലോക്ക് നമുക്ക് മോഷൻ വെക്ടർ ഈസ് ഡിറ്റർമൈൻ. നമ്മൾ മോഷൻ വെക്ടർ
ഡിറ്റർമൈൻ ചെയ്യും. ഈ മോഷൻ വെക്ടർ എന്നാ ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ഓഫ്സെറ്റ് ഓഫ് ദ കറന്റ് ബ്ലോക്ക് വിത്ത് റെസ്പെക്ട് ടു ദ പ്രീവിയസ് ബ്ലോക്കിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ അതിനുള്ള ഒബ്ജക്ട് ഈ കറന്റ് ബ്ലോക്കിൽ എവിടെ എത്തി എന്നുള്ള ഒരു ഓഫ്സെറ്റ്, അതായത് ഡിഫറൻസ് ആണ് ഈ മോഷൻ വെക്ടർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. So this is all about motion estimation and prediction. ഇനി നമ്മൾ പ്രഡിക്ഷൻ ഇൻ ദ സെൻസ് ദാറ്റ് ഈ നെക്സ്റ്റ് ബ്ലോക്കിൽ ഈ ഒബ്ജക്റ്റ് എവിടെ എത്തിയേക്കാം എന്നുള്ളൊരു പ്രഡിക്ഷനും കൂടി ഈ ഒരു എംപെക് അല്ലെങ്കിൽ ഈ ഒരു എംപെക് കംപ്രഷൻ ടെക്നിക്കിൽ നമ്മൾ അല്ലെങ്കിൽ മോഷൻ എസ്റ്റിമേഷൻ ആൻഡ് പ്രഡിക്ഷനിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. മോഷൻ എസ്റ്റിമേഷൻ മീൻസ് ഈ ഒരു വിത്ത് റെസ്പെക്ട് ടു ഇത് നമ്മളെ കറന്റ് ഫ്രെയിം, ഇത് നമ്മളെ റെഫറൻസ് ഫ്രെയിം, ഇത് നമ്മളെ ഇനി ഫ്യൂച്ചർ ഫ്രെയിമാണ്. അപ്പം ഈ ഒരു പേഴ്സൺ ഇവിടെ ഉണ്ടെന്ന് കൺസിഡർ, ഈ ഒരു ബ്ലോക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. സോ ഈ ഒരു പേഴ്സന്റെ മോഷൻ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. കാരണം വിത്ത് റെസ്പെക്ട് ടു പ്രീവിയസ് ബ്ലോക്ക് നമ്മളൊരു സെർച്ച് റീജിയൻ, ഒരു റെക്ടാംഗുലർ സെർച്ച് ഏരിയ കൺസിഡർ ചെയ്യും. ഈ ഒരു ഫ്രെയിമിന് ഈ ഒരു ബ്ലോക്കിന് റെഫറൻസ് ആയിട്ട് അതിൽ നമ്മൾ ബെസ്റ്റ് മാച്ച് ചെയ്യുന്ന ബ്ലോക്ക് നമ്മൾ കൺസിഡർ ചെയ്യും. അതിൽ ബെസ്റ്റ് ബ്ലോക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് മോഷൻ വെക്ടർ ഡിഫൈൻ ചെയ്യും. ഈ മോഷൻ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ഓഫ്സെറ്റ് ബിറ്റ്വീൻ കറന്റ് ഫ്രെയിമും റെഫറൻസ് ഫ്രെയിമും തമ്മിലുള്ള ഒരു ഓഫ്സെറ്റ്, ഒരു ഡിസ്റ്റൻസ് ഡിഫറൻസ് ആണ് ഈ മോഷൻ വെക്ടർ നമുക്ക് തരുന്നത്. സോ എംപെക് കംപ്രഷൻ അൽഗോരിതത്തിലേക്ക് പോകാം. എംപെക് കംപ്രഷൻ അൽഗോരിതത്തിൽ മെയിൻലി 5 സ്റ്റെപ്സ് ഉണ്ട്. ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ദാറ്റ് ഈസ് എംപെക് കംപ്രഷൻ അൽഗോരിതം. അതിൽ 5 സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഓഫ് റെസൊല്യൂഷൻ. Here, human eye is less sensible to colors than brightness. അതായത് എന്ന് പറഞ്ഞാൽ ലെസ് സെൻസിറ്റീവ് ടു കളർ ദാൻ ബ്രൈറ്റ്നസ് ഇൻഫർമേഷൻ ആണ്. സോ ദ കളർ ഇൻഫർമേഷൻ, നമ്മൾ കളർ ഇൻഫർമേഷൻ that is RGB information നമ്മൾ ക്രോമിനൻസ് ലൂമിനൻസ് ക്രോമിനൻസിലേക്ക് കൺവേർട്ട് ചെയ്യും. YCB-CR കോമ്പൗണ്ടിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. അതായത് RGB ഡൊമൈനിന്ന് YCB-CR ഡൊമൈനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അതിനെ സബ്സാമ്പിൾ ചെയ്യും ഇൻ ദ റേഷ്യോ 4:2:0. That is, the first step in MPEG compression algorithm is nothing but reduction of resolution. ഈ reduction of resolution ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഹ്യൂമൻ ഐ എന്ന് പറഞ്ഞാൽ ലെസ് സെൻസിറ്റീവ് ടു കളർ ഇൻഫർമേഷൻ ദാൻ ബ്രൈറ്റ്നസ് ഇൻഫർമേഷൻ ആണ്. സോ കളർ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് ഇൻ RGB ഡൊമൈൻ നമ്മൾ ഈ കൺവേർട്ട് ചെയ്യും ടു YCB-CR ഡൊമൈൻ ആണ്. ആൻഡ് നമ്മൾ അതിനെ എന്നിട്ട് സബ്സാമ്പിൾ ചെയ്യും ഇൻ ദ റേഷ്യോ 4:2:0 സബ്സാമ്പിൾ ചെയ്യും. ഇങ്ങനെ സബ്സാമ്പിൾ ചെയ്യുന്നതുകൊണ്ട് ഈ ക്രോമിനൻസ് കോമ്പോണന്റ് CB-CR is reduced to half of the pixel in both
horizontal and vertical direction. And it is estimated that it reduces the data volume by 50%. So first step എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഓഫ് റെസൊല്യൂഷൻ ആണ്. ഈ റിഡക്ഷൻ ഓഫ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഹ്യൂമൻ ഐ എന്ന് പറഞ്ഞാൽ കളർ ഇൻഫർമേഷനിൽ ലെസ് സെൻസിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഹ്യൂമൻ ഐ എന്ന് പറഞ്ഞാൽ കളർ ഇൻഫർമേഷനോട് സെൻസിബിൾ ആയിരിക്കും ദാൻ ബ്രൈറ്റ്നസ് ഇൻഫർമേഷൻ. So color information which is in RGB domain is converted into chrominance luminance domain, luminance chrominance domain like convert ചെയ്യും. And ആ ഇൻഫർമേഷൻ നമ്മൾ സബ്സാമ്പിൾ ചെയ്യും ഇൻ ദ റേഷ്യോ 4:2:0. ഈ 4:2:0 എന്ന റേഷ്യോയിൽ നമ്മൾ സബ്സാമ്പിൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ക്രോമിനൻസ് ലൂമിനൻസ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഓഫ് ദ പിക്സൽ വാല്യൂസ് ഇൻ ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡയറക്ഷൻ. ഈ വെർട്ടിക്കൽ ഡയറക്ഷനിലും ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും ഈ ക്രോമിനൻസ് ലൂമിനൻസ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദ പിക്സൽ വാല്യൂ ഉണ്ടാവും. അപ്പം നമ്മൾ ഈ ഒറിജിനൽ ഡാറ്റയിൽ നിന്ന് 50% ഡാറ്റ വോളിയത്തിലേക്ക് ഇത് റെഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ദിസ് റെഡ്യൂസസ് ദ ഡാറ്റ വോളിയം ബൈ 50%. ഈ ഒരു സ്റ്റെപ്പ് ചെയ്തതോടെ നമുക്ക് റിഡക്ഷൻ in data volume by 50% നമ്മൾ അച്ചീവ് ചെയ്തു. അതായത് ഡാറ്റ വോളിയം is reduced by 50%. This is the first step in MPEG compression algorithm, which is nothing but reduction of resolution. And by doing this step, it is estimated that it reduces the data volume by 50%. അതായത് 50% data volume reduction ഉണ്ടാവും ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ.